നാളെ മുതൽ ബസ് സമരം. നാളെ മുതൽ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം. നിരക്ക് വർധന അപര്യാപ്തമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സമരവുമായി മുന്നോട്ടു പോകാൻ ബസ് ഉടമകൾ തീരുമാനിച്ചത്. കുറഞ്ഞ നിരക്ക് 10 രൂപയാക്കണം എന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്നും വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു. ബസ് ഉടമകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. ഇടതുമുന്നണിയും സർക്കാരും അംഗീകരിച്ച നിരക്ക് വർധന അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സമരം ആരംഭിക്കാൻ ബസ് ഉടമകൾ തീരുമാനിച്ചത്. സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകളും നാളെ മുതൽ നിരത്തുവിടും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടനാ നേതാക്കൾ അനിശ്ചിതകാല സമരവും ആരംഭിക്കും. കുറഞ്ഞ നിരക്ക് 10 രൂപയാക്കണം എന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ബസ് ഉടമകളുടെ നിലപാട്. വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാതെയുള്ള ഒരു ബസ് ചാർജ് വർധനവ് സ്വീകരിക്കില്ല എന്ന് കഴിഞ്ഞ 9-ാം തീയതി തന്നെ ഗവൺമെന്റിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ സാഹചര്യത്തിൽ ഈ വരുന്ന 16-ാം തീയതി നാളെ മുതൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള സമരവുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുകയാണ്. ആ വിവരം നിങ്ങളെ അറിയിക്കുന്നു. ഇത് നിലനിൽപ്പിനുള്ള സമരമാണ്. വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ല. വിദ്യാർത്ഥികൾ കയറുന്നതിന്റെ കാരണത്താൽ സംസ്ഥാന സർക്കാർ ഒരു ആനുകൂല്യവും നൽകാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കൺസെഷൻ സ്വകാര്യ ബസ് ഉടമകളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടുള്ളതല്ല. ഈ ബാധ്യത സ്വകാര്യ ബസ് ഉടമയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സമരമായിട്ട് ചിത്രീകരിക്കേണ്ട. ഇത് ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങളുടെ നിലനിൽപ്പിന്റെ വിഷയം കൂടിയാണ്. സമരം പ്രഖ്യാപിച്ചെങ്കിലും സർക്കാരുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. രാമചന്ദ്രൻ കമ്മിറ്റി ശുപാർശ അനുസരിച്ച് കുറഞ്ഞ നിരക്ക് 7 രൂപയിൽ നിന്ന് 8 രൂപയായി വർദ്ധിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഫാസ്റ്റ് പാസഞ്ചറുകളുടേത് 10-ൽ നിന്ന് 11 രൂപയാക്കാനും തീരുമാനിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ബസ് ഉടമകളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. ആനുപാതികമായ ചെറിയ വർധനവ് മാത്രമാണ് വിദ്യാർത്ഥികൾക്കും ബാധകമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് നേരത്തെ പ്രഖ്യാപിച്ച സമരം പിൻവലിക്കേണ്ടതില്ലെന്ന് ബസ് ഉടമകൾ തീരുമാനിച്ചത്. എന്നാൽ ബസ് ഉടമകളുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രനും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രത്തിന് ശ്രമിക്കുന്നവരല്ല കേരളത്തിലെ യാഥാർത്ഥ്യബോധമുള്ള ബസ് ഉടമസ്ഥന്മാരെന്നാണ് ഞാൻ കരുതുന്നത്. അവരോട് എപ്പോഴും ചർച്ച ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ന്യൂസ് 18 കൊച്ചി. നാളെ കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് KSRTC. സ്വകാര്യ ബസ്സുകളുടെ റൂട്ടിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻസ്പെക്ടർമാരെ പോയിന്റ് ഡ്യൂട്ടിക്ക് നിയോഗിക്കാനും മേഖലാ ഓഫീസർമാരെ KSRTC ചുമതലപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചാൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് KSU. സ്വകാര്യ ബസ് വ്യവസായം തകർക്കുന്നത് വിദ്യാർത്ഥികളാണ് എന്ന വാദം നീതീകരിക്കാനാവില്ല. സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നവർ ധനികരാണ് എന്ന കണ്ടെത്തൽ അപഹാസ്യമാണ് എന്നും സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് വ്യക്തമാക്കി. വിദ്യാർത്ഥികൾ കയറുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ബസ്സുകൾ മുൻപോട്ട് പോകാത്തത്, ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെയുള്ള പൊള്ളയായ വാദങ്ങളാണ്. അതിനൊന്നും ഒരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ കൂടെ അവരൊരു വെല്ലുവിളി നടത്തിയിരിക്കുക. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ നാളെ മുതൽ നിരത്തിലിറങ്ങുന്നില്ല. ഒരു കാര്യം ഞങ്ങൾ കൃത്യമായി പറയുന്നു, കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ആയാലും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആയാലും ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ച് ബസ്സുകാരങ്ങനെ പോവണ്ട എന്ന് തീരുമാനമെടുത്താൽ ഞങ്ങൾ അതിനെ അനുകൂലിക്കുക. നിങ്ങൾ പോവണ്ട, അല്ലെങ്കിൽ ബസ്സുകാർ പോകണ്ട എന്നുള്ളതാണ് ഞങ്ങൾ സ്റ്റാൻഡ്. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വലിയ രീതിയിലുള്ള ബസ് കൺസെഷനിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് പ്രതിരോധിക്കും, തർക്കമില്ല. നഴ്സുമാരും പണിമുടക്കിന്. ചേർത്തല KVM സമരം ഒത്തുതീർപ്പാകാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് സമരത്തിന് UNA നോട്ടീസ് നൽകും. അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയതോടെ നഴ്സുമാരുടെ ഇന്നത്തെ ഉപരോധ സമരം അവസാനിച്ചു. അതേസമയം KVMലെ സമരം തുടരും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് നഴ്സുമാരുടെ വലിയ പ്രക്ഷോഭത്തിനാണ് ചേർത്തല ഇന്ന് വേദിയായത്. പൊരിവെയിലും തളരാത്ത ആവേശവുമായി നഴ്സുമാർ അണിനിരന്നു. KVMന്റെ ശവപ്പെട്ടി ചുമന്നായിരുന്നു പ്രതിഷേധ പ്രകടനം. പൊതുസമ്മേളനത്തിൽ കലക്ടർ സ്ഥലത്തെത്തണമെന്ന ആവശ്യമുയർന്നു. അതീവ ശ്രദ്ധ നൽകേണ്ട സമരമാണെന്ന് കലക്ടർ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് തഹസിൽദാർ സമരപന്തലിലെത്തിച്ച് അനുനയ ശ്രമങ്ങൾ. സമരം തുടരുക തന്നെ ചെയ്യും. പിന്നീട് നമ്മൾ തീരുമാനിച്ചുള്ളത് അനിശ്ചിതകാല സമര
സമരത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചുള്ളത്. അത് യുഎൻഒയുടെ സംസ്ഥാന സെക്രട്ടറി സുജന അച്യുതൻ്റെ ആരോഗ്യനില അങ്ങേയറ്റം മോശമാണ്. ഇതുവരെയായിട്ടും ഡോക്ടർ വന്ന് പരിശോധിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. താൽക്കാലികമായി ഇന്നത്തെ ഉപരോധ സമരം അവസാനിപ്പിച്ചെങ്കിലും അനിശ്ചിതകാല പണിമുടക്കിന് UNA നോട്ടീസ് നൽകും. ഒപ്പം സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ നടപടിയെടുത്താൽ നോട്ടീസ് നൽകാതെ തന്നെ സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. KVM നഴ്സുമാരുടെ സമരം തുടരുമെന്നും UNA വ്യക്തമാക്കി. നഴ്സുമാരുടെ അതിശക്തമായ പ്രക്ഷോഭത്തിനാണ് ഇന്ന് ചേർത്തല വേദിയായത്. മിനിമം വേതനമെന്ന അടിസ്ഥാന അവകാശം അംഗീകരിക്കാനായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വൻ പ്രക്ഷോഭത്തിലേക്ക് തന്നെ നഴ്സ് സമൂഹം നീങ്ങും. ആലപ്പുഴ KVM ആശുപത്രിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ PK പ്രശാന്തിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മത്സ്യവിപണിയെ സമ്പൂർണ്ണ സ്തംഭനത്തിലാക്കി യന്ത്രവൽകൃത ബോട്ടുടമകളുടെയും തൊഴിലാളികളുടെയും സമരം. 3800 ബോട്ടുകളിലെ 1,00,000-ഓളം തൊഴിലാളികൾ പണിമുടക്കിയതോടെ ഹാർബറുകൾ അടഞ്ഞു. വരും ദിവസങ്ങളിൽ വിപണിയിലെ മീൻ വരവിനെയും സമരം ബാധിക്കും. ഇന്ധനവില വർധനവ് നേരിടാൻ സബ്സിഡി അനുവദിക്കണമെന്നും വല ഉൾപ്പെടെയുള്ളവയുടെ നികുതി വർധനവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. സംസ്ഥാനത്തെ 3800-ലധികം വരുന്ന ചെറുതും വലുതുമായ യന്ത്രവൽകൃത ബോട്ടുകളാണ് ഇന്നു മുതൽ കടലിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. 50,000-ഓളം തൊഴിലാളികളും പണിമുടക്കുകയാണ്. സംസ്ഥാനത്ത് വിൽക്കുന്ന മീനിന്റെ 80% യന്ത്രവൽകൃത ബോട്ടുകൾ വഴിയാണ് തീരത്തെത്തുന്നത്. ഡീസൽ സബ്സിഡി അനുവദിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. മത്സ്യബന്ധന മേഖലയെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം ഗവൺമെന്റ് ഇപ്പോൾ ഇതിനെ പീഡിപ്പിക്കുന്ന തരത്തിലാണ് ഗവൺമെന്റ് നടപടികൾ പോകുന്നത്. അതിൽ നിന്നും പിന്മാറി ഗവൺമെന്റ് ഈ മേഖലയ്ക്ക് ഗുണം കിട്ടുന്ന തരത്തിൽ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായി വരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് നിലനിൽപ്പിന്റെ സമരമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ. ബോട്ടുടമകൾക്കൊപ്പം തൊഴിലാളികളും സമരത്തെ പിന്തുണയ്ക്കുകയാണ്. ഞങ്ങളെ 5 ഞങ്ങളെ വലിക്കാൻ സർക്കാർ അനുവദിക്കണം. ഞങ്ങൾ പിടിച്ചിരുന്ന ബോട്ട് പിടിച്ച് 2 ലക്ഷം പേടച്ചാൽ ഞങ്ങളുടെ ബോട്ട് വിറ്റ് 2 ലക്ഷം കിട്ടത്തില്ല. പിന്നെ ഞങ്ങളെ ജീവിക്കും. ഞങ്ങൾ കൊച്ചു ബോട്ടുമായിട്ട് കിഴക്ക് വലിക്കുന്നതാണ് ഉള്ള പണി. അതുകൊണ്ടാണ് ഒരുപാട് ജീവിക്കുന്നത്. ഈ ഇതിൽ നിന്ന് കരയിൽ നിന്ന് ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വരും ദിവസങ്ങളിൽ സമരം വിപണിയെയും ബാധിക്കും. വീണ്ടും വില വർദ്ധിക്കുമോ എന്ന ആശങ്കയിലാണ് മത്സ്യക്കച്ചവടക്കാരും നാട്ടുകാരും. അന്നത്തെ പോലുള്ള വിലയാവും. അഥവാ ഇച്ചിരി മണി ഉണ്ടെങ്കിൽ വില കൂടും. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? വില കൂടാൻ സാധ്യത മത്സ്യം ഉണ്ടെങ്കിലല്ലേ വില കൂടത്തുള്ളൂ മക്കളെ. മത്സ്യം പിടിക്കാൻ പോയില്ലേ എവിടുത്തെ വില കൂടും. ഇല്ലെങ്കിൽ പിന്നെ മേടിക്കാൻ ഒക്കത്തില്ലല്ലേ. ഭയങ്കര വിലയാ, കുറയുമ്പം കൂടും. സമരം തുടങ്ങിയതോടെ ട്രോളിംഗ് കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കും വിധം വിജനമാണ് ഹാർബറുകൾ. സമരം തുടർന്നാൽ മത്സ്യബന്ധന മേഖലയിലെ സമ്പന്നത്തിനാകും ഇത് വഴിവെക്കുക. ക്യാമറാമാൻ N ഷിജുവിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 കൊല്ലം. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെയുള്ള ചെക്ക് കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് സൂചന. ജാസ് ടൂറിസം കമ്പനി ഉടമ മർസൂഖിക്ക് നൽകാനുള്ള 1.72 കോടി രൂപ ഇടനിലക്കാർ വഴി കൊടുത്തു തീർത്തു എന്നാണ് വിവരം. യാത്രാവിലക്ക് മാറ്റാൻ ബിനോയ് കോടിയേരി കോടതിയിൽ അപേക്ഷ നൽകി. കേസ് ഒത്തുതീർപ്പായതിന്റെ സൂചന നൽകി ദുബായ് പൗരൻ മർസൂഖി ബിനോയ് കോടിയേരിക്ക് അനുകൂലമായ പ്രസ്താവന നടത്തുകയായിരുന്നു. ചെക്ക് കേസുകൾ ദുബായിൽ സാധാരണമാണെന്നും ബിനോയ്ക്കെതിരായ വിവാദങ്ങൾ അനാവശ്യമാണെന്നുമായിരുന്നു മർസൂഖിയുടെ പ്രതികരണം. ഇതോടെ ദുബായ് കോടതി ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് ബിനോയ് കോടിയേരി കോടതിയിൽ അപേക്ഷ നൽകി. മർസൂഖിയുടെയും രാഹുൽ കൃഷ്ണയുടെയും സംയുക്ത ഉടമസ്ഥതയിലുള്ളതാണ് ജാസ് ടൂറിസം കമ്പനി. കമ്പനിയുടെ പേരിൽ രാഹുൽ കൃഷ്ണയാണ് ബിനോയ്ക്ക് പണം നൽകിയത്. പണം തിരിച്ചു കിട്ടാതെ വന്നതോടെയാണ് മർസൂഖി പ്രശ്നത്തിൽ ഇടപെട്ടത്. മകനെതിരെയുള്ള ആരോപണങ്ങൾ കോടിയേരി ബാലകൃഷ്ണനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് കേസ് ഒത്തുതീർപ്പാക്കാൻ തിരക്കിട്ട ശ്രമങ്ങൾ നടന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കണ്ണൂരിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിനെ ജയിലിൽ വെച്ച് വധിക്കാൻ പോലീസ് ഒത്താശയോടെ ശ്രമം നടന്നുവെന്ന സഹതടവുകാരൻ. ജയിലിലുള്ള CPIM അനുഭാവികളായ തടവുകാരാണ് ഭീഷണിപ്പെടുത്തിയത്. ഷുഹൈബിനെ വധിക്കാൻ മുൻപും ശ്രമമുണ്ടായി എന്ന് കോൺഗ്രസ് നേതാവ് K സുധാകരനും ആരോപിച്ചു. അതിനിടെ മട്ടന്നൂർ വെള്ളംപറമ്പലിന് സമീപം സംശയാസ്പദമായി കണ്ടെത്തിയ വാൾ ഷുഹൈബിന്റെ കൊലപാതകത്തിന് ഉപയോഗിച്ചതാണോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ഷുഹൈബിനെ നേരത്തെ ജയിലിൽ വെച്ച് കൊല്ലാൻ ശ്രമം നടന്നതായി സഹതടവുകാരൻ ഫർസീൻ മജീദാണ് വെളിപ്പെടുത്തിയത്. ഷുഹൈബിനൊപ്പം ജയിലിലുണ്ടായിരുന്ന കാലത്താണ് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത് നേരിട്ട് കണ്ടത്. ഞാനും ഷുഹൈബ് ഒന്നിച്ചിട്ടായിരുന്നു നടന്നു വരികയുണ്ടായ. നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ലേ, നടുവിലെ ലീഗുകാരൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് ഇവനെ കൊന്നുകളയുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ആ സമയത്ത് ഞങ്ങൾ അടിക്കുമെന്നുള്ള എന്തായാലും ഞങ്ങൾ അടിച്ചതിൽ നിന്ന് ഞങ്ങളെ നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിനകത്ത് ഉറപ്പിച്ചിട്ട് തന്നെയാണ് പോയത്. പോലീസിന്റെ ഒത്താശയോടെയാണ് ഷുഹൈബിനെ വധിക്കാൻ ശ്രമിച്ചതെന്ന് K സുധാകരൻ. കേസ് CBI അന്വേഷിക്കണം. ഒരു ചെറുപ്പക്കാരനെ ഒരു കുടുംബം തെരുവാധാരമാക്കിയ ഈ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കാൻ CBIയെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
ഞങ്ങൾ കോടതിയെ സമീപിക്കുന്നതിനെ കുറിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കൊലപാതകത്തിൽ ആഭ്യന്തര വകുപ്പിന് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.പി. ഇത്ര മൃഗീയമായൊരു കൊലപാതകം നടന്നിട്ട് പോലീസ് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് ബീഹാറല്ല, ഇത് കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത്ര പൈശാചികമായൊരു കൊലപാതകം നടന്നാൽ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ നടന്നിരിക്കണം. ഇ.പി. ജയരാജന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പരസ്യമായി പ്രകടനം നടത്തി ആ പ്രകടനത്തിന് നേതൃത്വം കൊടുത്തയാളെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. മാത്രവുമല്ല, അവിടെ രാത്രികാല യോഗങ്ങൾക്കുൾപ്പെടെ നേതൃത്വം നൽകി എന്നുകൂടിയുള്ള വലിയ ആരോപണം നിലനിൽക്കുന്നു. ഈ രതീഷിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്തത് ഏറ്റവും ദുരൂഹമാണ്. കൊലപാതകം നടന്ന് 3 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാൻ ജില്ലാ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനിയുടെ ഏകദിന ഉപവാസത്തിന് പിന്നാലെ സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തു. ന്യൂസ് 18 കണ്ണൂർ. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിന്റെ കൊലപാതകത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ മുസ്ലിം ലീഗിന്റെ പ്രമേയം. സർക്കാർ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ല എന്നും മൊഴിയെടുക്കാൻ വൈകിയത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണ് എന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു. എല്ലാ ആക്രമണങ്ങളുടെയും ഒരു വശത്ത് ഭരണകക്ഷിയുണ്ട്. ഇത് ഗൗരവമുള്ളതാണ് എന്നും പ്രമേയത്തിൽ പറയുന്നു. കോഴിക്കോട് കോടഞ്ചേരിയിൽ ഗർഭിണിയെ ആക്രമിച്ച സംഭവത്തിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിൽ. CPIM കല്ലത്തറമേട് ബ്രാഞ്ച് സെക്രട്ടറി തെറ്റാലിൽ തമ്പി ഉൾപ്പെടെ 6 പേരാണ് അറസ്റ്റിലായത്. കേസിൽ പ്രതികൾക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ല എന്ന നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. അതിർത്തി തർക്കത്തിനിടെ വീട്ടമ്മയ്ക്കേറ്റ മർദ്ദനത്തിൽ ഗർഭസ്ഥ ശിശു മരിച്ച കേസിലാണ് അറസ്റ്റ്. CPM ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 6 പേരാണ് അറസ്റ്റിലായത്. CPM കല്ലത്തറമേട് ബ്രാഞ്ച് സെക്രട്ടറി തെറ്റാലിൽ തമ്പി ഉൾപ്പെടെയുള്ള പ്രതികൾ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. കോടഞ്ചേരി തേനുംകുഴി സിബി ചാക്കോയ്ക്കും ഭാര്യ ജോത്സ്നയ്ക്കും 2 മക്കൾക്കുമാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത്. അയൽവാസി പ്രജീഷിന്റെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് മർദ്ദിച്ചത്. സംഘർഷത്തിൽ 4.5 മാസം ഗർഭിണിയായ ജോത്സ്നയ്ക്ക് ഗുരുതര പരിക്കേറ്റു. ജോത്സ്നയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗർഭസ്ഥ ശിശു മരിച്ചു. കേസിൽ പ്രജീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും മറ്റു പ്രതികൾക്കെതിരെ നടപടിയുണ്ടായില്ല. പുറത്തുള്ള പ്രതികൾ കുടുംബത്തെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുവെന്നും പരാതി ഉയർന്നു. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഇന്നലെ കോടഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിരാഹാര സമരം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികളുടെ അറസ്റ്റുണ്ടായത്. ന്യൂസ് 18 കോഴിക്കോട്. കോൺഗ്രസ് സഖ്യത്തിലുള്ള വാതിലുകൾ തുറന്നിട്ട് CPIയുടെ കരട് രാഷ്ട്രീയ പ്രമേയം. ജയം മുഖ്യ ലക്ഷ്യമാക്കി സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് നയം രൂപീകരിക്കുമെന്ന് പ്രമേയത്തിൽ പറയുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോടുള്ള എതിർപ്പ് CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി പരസ്യമായി പ്രകടിപ്പിച്ചു. കോൺഗ്രസ് ബന്ധത്തിന്റെ കാര്യത്തിൽ ഇടതു പാർട്ടികൾക്കിടയിലുള്ള ഭിന്നത വ്യക്തമാക്കുന്നതാണ് CPIയുടെ കരട് രാഷ്ട്രീയ പ്രമേയം. ഫാസിസത്തിന് വഴിയൊരുക്കിയ മോദി സർക്കാരിനെ താഴെയിറക്കാൻ എല്ലാ മതേതര പാർട്ടികളെയും അണിനിരത്തി വിശാലവേദി രൂപീകരിക്കണമെന്ന് CPI പറയുന്നു. ആരെയും മാറ്റി നിർത്തില്ല. തെരഞ്ഞെടുപ്പിനായി ദേശീയ തലത്തിൽ അടവ് നയമുണ്ടാകില്ല. സംസ്ഥാന സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുന്ന വിധത്തിലായിരിക്കും അടവ് നയം. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ധാരണ പോലും പാടില്ലെന്ന് CPM നിലപാടെടുക്കുമ്പോൾ അതെല്ലാം പിന്നീട് തീരുമാനിക്കുമെന്ന മറുപടിയോടെ കോൺഗ്രസ് സഖ്യത്തിനുള്ള വാതിലുകൾ CPI തുറന്നിട്ടിരിക്കുന്നു. It should not confine to political parties, but all mass and civil society organizations have to be drawn into it. ഇടത് ജനാധിപത്യ പാർട്ടികളെ ഒന്നിച്ചണിനിരത്തുമെന്ന് പറയുമ്പോഴും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോടുള്ള എതിർപ്പ് CPI കേന്ദ്ര നേതൃത്വവും ആവർത്തിച്ചു. എതിർപ്പിന്റെ കാരണം സംസ്ഥാന ഘടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അന്തിമ തീരുമാനം LDF എടുക്കും. All that what we can say is Manish issue is only a smaller issue, and you know the background why the CPI is opposing it. പാർട്ടി പ്രവർത്തനം ഒഴിവുകാല വിനോദമല്ലെന്ന ഓർമ്മപ്പെടുത്തലും CPIയുടെ രാഷ്ട്രീയ പ്രമേയത്തിലുണ്ട്. ജെ സതീഷ് കുമാർ, ന്യൂസ് 18 ഡൽഹി. കാനം രാജേന്ദ്രന് മറുപടിയുമായി KM മാണി. 50 വർഷമായി പൊതുരംഗത്തുള്ള തന്നെ ജനങ്ങൾക്കറിയാമെന്നും തനിക്ക് കാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും മാണി പറഞ്ഞു. 13 തെരഞ്ഞെടുപ്പുകളെ ജനം തെരഞ്ഞെടുത്ത ആളാണ് താനെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല. ഇതൊക്കെ എന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. മനസ്സിലായല്ലോ. 50 വർഷമായിട്ട് തുടരെ 13 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ ഞങ്ങൾക്ക് പുള്ളി പറഞ്ഞതിന് വിശ്വസിക്കാൻ പാടില്ല. അയാളുടെ സർട്ടിഫിക്കറ്റ് അല്ലേ നമ്മൾ നിൽക്കുന്നത്.
പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 11,300 കോടി രൂപ തട്ടിച്ച വജ്രവ്യാപാരി നീരവ് മോദി രാജ്യം വിട്ടതായി സൂചന. നീരവ് മോദിക്കായി CBI ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. നീരവിന്റെ ഓഫീസുകളും വീടുകളും അടക്കം 13 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. തട്ടിപ്പ് 2011 ആരംഭിച്ചതാണ് എന്ന് ബാങ്ക് MD സുനിൽ മെഹ്ത സ്ഥിരീകരിച്ചു. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെ ഞെട്ടിച്ച തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി നീരവ് മോദി ജനുവരി 1 തന്നെ രാജ്യം വിട്ടതായാണ് CBI ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നീരവ് സ്വിറ്റ്സർലൻഡിലുണ്ടെന്നാണ് സൂചന. നീരവ് മോദിയുടെ ഇന്ത്യയിലെ ഓഫീസുകളും വീടുകളുമടക്കം 13 കേന്ദ്രങ്ങളിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. 11,300 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് ആദ്യം കണ്ടെത്തിയത് പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെയാണെന്ന് MD സുനിൽ മെഹ്ത പറഞ്ഞു. 2011 മുതൽ തട്ടിപ്പ് ആരംഭിച്ചിരുന്നു. ഇക്കാര്യം തിരിച്ചറിഞ്ഞത് ജനുവരി മാസം 3-ാം വാരത്തിലാണ്. 29-ന് CBIയെ അറിയിച്ചിരുന്നു. ये जो फ्रॉड 2011 में शुरू हुआ था, इसको सबसे पहले हमारे ही बैंक ने डिटेक्ट करके और रेगुलेटरी एजेंसीज को, लॉ एनफोर्समेंट एजेंसीज को बताया. PNB अपनी क्लीन बैंकिंग के लिए कमिटेड है. शायद इसीलिए we are the first one to detect and report this to the various law enforcement agencies. പണം തിരിച്ചടയ്ക്കുമെന്ന് വജ്ര വ്യവസായി നീരജ് മോദി അറിയിച്ചെങ്കിലും നേരിട്ട് ഹാജരാകാനാണ് ബാങ്ക് നൽകിയ നിർദ്ദേശം. തട്ടിപ്പിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ബാങ്കുകൾ അകപ്പെട്ടതായി ഇതിനിടെ വ്യക്തമായി. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ രേഖകൾ വിശ്വസിച്ച് യൂണിയൻ ബാങ്ക്, ആക്സിസ്, SBI, കാനറ, അലഹബാദ് ബാങ്ക് തുടങ്ങിയവയാണ് നീരവ് മോദിക്ക് ആയിരക്കണക്കിന് കോടി രൂപ വായ്പ നൽകിയത്. ഇറക്കുമതിക്കാർക്ക് മാത്രം നൽകുന്ന ഈ സമ്മതപത്രം ഉപയോഗിച്ച് നീരവ് മോദി വജ്രം വാങ്ങിയതിന് തെളിവില്ലെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. നഷ്ടം സഹിക്കേണ്ടത് പഞ്ചാബ് നാഷണൽ ബാങ്ക് മാത്രമാണെന്ന് മറ്റു ബാങ്കുകളും തറപ്പിച്ചു പറയുന്നു. കിട്ടാക്കടത്തിൽ വലയുന്ന ഇന്ത്യൻ ബാങ്കുകൾ ഈ ആഘാതം എങ്ങനെ മറികടക്കുമെന്നാണ് ചോദ്യം. ER രാഗേഷ്, ന്യൂസ് 18, ഡൽഹി. ബാങ്ക് തട്ടിപ്പിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണവും ശക്തമാവുകയാണ്. നീരവ് മോദി രാജ്യം വിട്ടത് മോദി സർക്കാരിന്റെ സഹായത്തോടെയാണ് എന്ന് കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അഴിമതികളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. നീരവ് മോദി പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ചിത്രം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പുറത്തുവിട്ടു. കോടികളുടെ വായ്പാ തട്ടിപ്പിൽ അന്വേഷണം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് വിവാദം മുറുകുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ് നടന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വജ്ര വ്യവസായി നീരവ് മോദിയെ ചോട്ടാ മോദി എന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയാണ് ഇയാൾ വിദേശത്തേക്ക് കടന്നെന്നും എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ലെന്നും കുറ്റപ്പെടുത്തി. മോദിജി सीधा जवाब दें. पहले छोटे मोदी ललित मोदी को भगाया, फिर देश का 9,000 करोड़ रुपया लेकर विजय माल्या को भगवाया, अब 11,400 करोड़ रुपए की बैंकों को चपत लगाकर दूसरे छोटे मोदी नीरव मोदी भी भाग गए. മോദിയെ കെട്ടിപ്പിടിക്കുക, ദാവോസിൽ മോദിയോടൊപ്പം ഉണ്ടാവുക, കോടിക്കണക്കിന് രൂപ കൈക്കലാക്കുക എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. ദാവോസിൽ നീരവ് മോദി പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പുറത്തുവിട്ടു. നീരവിനെ രാജ്യം വിടാൻ സഹായിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും സമഗ്ര അന്വേഷണം വേണമെന്ന് CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡിയും ആരോപിച്ചു. ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കേന്ദ്രമന്ത്രിമാരെ തന്നെ BJP രംഗത്തിറക്കി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അഴിമതികളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്ന് നിർമ്മല സീതാരാമൻ. उसको चुपचाप दरकिनारे करते हुए या तो मुंह उस तरफ मोड़ करके UPA सरकार ने उनके अपने सरकार चलाई. अभी जो बाहर आ रहे ये सब उनका देन है, उसके ऊपर जरूर एक्शन होगा. നീരവ് മോദിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതായി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. ദാവോസിലെ ഫോട്ടോ പ്രധാനമന്ത്രിക്കെതിരെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണ്. ചോട്ടാ മോദി എന്ന വിശേഷണം അർത്ഥശൂന്യവും നിരുത്തരവാദപരമാണെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. ന്യൂസ് 18, ഡൽഹി. അഡാർ ലവിലെ പ്രണയഗാനത്തിനെതിരെ മുസ്ലിം മതപണ്ഡിതർ പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഭാര്യ ഖദീജയെയും കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഗാനം പ്രചരിപ്പിക്കരുത് എന്ന് അവർ പറയുന്നു. അഡാർ ലവിലെ മാണിക്യമലരായ പൂവി എന്ന ഗാനം ചിത്രീകരിച്ചതിനെതിരെയാണ് കേരളത്തിലെ മുസ്ലിം മതപണ്ഡിതന്മാർ പ്രചാരണവുമായി രംഗത്തെത്തിയത്. PMA ജബ്ബാർ എന്ന മാപ്പിളപ്പാട്ട് കലാകാരൻ വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയതാണ് ഗാനം. മക്കയിലെ വ്യാപാരി പ്രമുഖയായിരുന്ന 45 വയസ്സുകാരി ഖദീജ 25-കാരനായ മുഹമ്മദ് നബിയോട് വിവാഹാലോചന നടത്തിയതാണ് പാട്ടിലെ പ്രമേയം.
എന്നാൽ ഈ പാട്ട് ഖദീജക്ക് നബിയോട് പ്രണയം തോന്നിയെന്ന രീതിയിൽ സിനിമയിൽ ചിത്രീകരിച്ചതെന്നാണ് പ്രഭാഷകരുടെ വിമർശനം. ഹബീബായ തങ്ങളെ കുറിച്ച് പറയുമ്പോ ഈ കൗമാര പ്രായക്കാരായ മക്കളെ കാണിക്കാണ്. ഖദീജ ബീവിയെ കുറിച്ച് പറയുമ്പോ കൗമാര പ്രായമുള്ള ആ പെൺകുട്ടികളെ കാണിക്കുകയാണ്. ഉസ്താദേ, എന്നിട്ട് ഇന്ന് കാണുന്ന വഴിവിട്ട പ്രണയമുണ്ടല്ലോ, ആ പ്രണയത്തിന് ഇതൊരു തെളിവായ നിനക്ക് അവതരിപ്പിക്കുക. ഞാൻ ഇതങ്ങ് കേട്ടപ്പോ ഞെട്ടിപ്പോയി. പാട്ടിനെതിരെ ഹൈദരാബാദിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സംവിധായകൻ ഒമർ ലുലുവിനും നടി പ്രിയ പ്രകാശ് വാര്യർക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. അഡാർ ലവ് എന്ന സിനിമയിലെ ഗാനത്തിനെതിരെ മുസ്ലിം മത മൗലികവാദികൾ രംഗത്തെത്തിയത് യാദൃച്ഛികമായി കാണാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വതന്ത്രമായ കലാവിഷ്കാരത്തോടും ചിന്തയോടുമുള്ള അസഹിഷ്ണുതയാണ് ഇത്. ഇക്കാര്യത്തിൽ ഹിന്ദു വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും ഒത്തുകളിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം. കലയും സാഹിത്യവും ഉപയോഗിക്കുന്നവർക്കൊപ്പമാണ് നിലകൊള്ളേണ്ടത് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രി പറയുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന കാലമാണിത് എന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ. മാധവിക്കുട്ടിയെ ചിലർ ആഗ്രഹിക്കുന്നതുപോലെ ചിത്രീകരിക്കണമെന്ന ധാർഷ്ട്യമാണ് കേരളത്തിൽ കണ്ടത്. ഒരു അഡാർ ലവ് സിനിമയിലെ ഗാനത്തിനെതിരെയുള്ള വിമർശനം ദൗർഭാഗ്യകരമാണ് എന്നും കമൽ തിരുവനന്തപുരത്ത് പറഞ്ഞു. ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചത് ഹിന്ദു വർഗീയതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസഹിഷ്ണുതയാണ് നാട്ടിൽ ഇത്രയും മാത്രം സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ ഭീതി വിതച്ചെങ്കിൽ മറുഭാഗത്തും അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ ഈ പാട്ട് നിരോധനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് മലയാളത്തിലൊരു പാട്ട് കേരളത്തിലൊരു സിനിമയ്ക്ക് ഹൈദരാബാദിൽ നിന്ന് ഇതുപോലുള്ളൊരു കേസ് വരുമ്പോൾ നമ്മളതിൻ്റെ വ്യാപ്തി കൂടുതൽ ഭയത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നിർഭാഗ്യകരമാണ്. പക്ഷേ ഇപ്പോൾ പാട്ട് പിൻവലിക്കാനുള്ള സംവിധായകൻ്റെ തീരുമാനം അദ്ദേഹം തന്നെ പുനഃപരിശോധിച്ച് പിൻവലിക്കുന്നില്ല എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം. വാർത്തകൾ തുടരുന്നു. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ ലഭ്യമാക്കും. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നൽകുക. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം 30 ഇടങ്ങളിൽ നിന്ന് പദ്ധതിക്ക് അനുകൂല പ്രതികരണമാണ് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, കഴിഞ്ഞ ബജറ്റിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന നിലയിലുള്ള പ്രഖ്യാപനമായിരുന്നു ഉണ്ടായത്. ആ പദ്ധതിയോട് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളും പച്ചക്കൊടി കാണിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, അതായത് കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആയുഷ്മാൻ ഭാരത് ആരോഗ്യ രക്ഷാ പദ്ധതിക്ക് ഒരു പ്രാഥമിക രൂപരേഖ തയ്യാറായിരിക്കുകയാണിപ്പോൾ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് തന്നെ കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി രൂപരേഖ തയ്യാറാക്കാൻ നിയമിച്ചിരുന്നു. അവരാണിപ്പോൾ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി സംസ്ഥാനങ്ങളുമായി കൂടിയാലോചനകൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ രൂപരേഖയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആയുഷ്മാൻ പദ്ധതിയുടെ ഭാഗമായി കേവലം സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിൽ കൂടി ചികിത്സ നൽകാനുള്ള ഇൻഷുറൻസ് പദ്ധതിക്ക് തന്നെയാണ് രൂപം നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, വെൽനസ് സെന്ററുകൾ, സർക്കാർ ആശുപത്രികൾ എന്നിവിടങ്ങളിലാണ് ചികിത്സ തേടേണ്ടി വരിക. ഇനി അവിടെ ചികിത്സ ലഭ്യമാക്കാൻ കഴിയില്ല, വിദഗ്ധ ചികിത്സ സ്വകാര്യ ആശുപത്രികളിൽ ലഭ്യമാക്കണമെങ്കിലാണ് ഈ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ ആശുപത്രികളിലും സൗജന്യമായി തന്നെ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുക. മാത്രമല്ല, ഇതിന്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് സംബന്ധിച്ചും കൃത്യമായ ധാരണയായിട്ടുണ്ട്. 2011 സാമൂഹ്യ സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗുണഭോക്താക്കളെ കണ്ടെത്തുക. ഗ്രാമസഭാ തലത്തിലടക്കം ഈ ഗുണഭോക്താക്കളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതിലുള്ള അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാണ് അന്തിമമായ പട്ടിക തയ്യാറാക്കുക. ഈ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ഈ ചികിത്സാനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും ആയുഷ്മാൻ മിത്രങ്ങൾ എന്ന പേരിൽ പ്രത്യേക പദവികൾ തസ്തികകൾ ഉണ്ടാക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇത്തരത്തിൽ 50,000 തസ്തികകളാണ് പുതുതായി ഉണ്ടാക്കുക. ഈ ആയുഷ്മാൻ മിത്രങ്ങളായിരിക്കും കൃത്യമായി ആൾക്കാരെ കണ്ടെത്തുകയും അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക. തുടക്കത്തിൽ 11,000 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചിലവായി വകയിരുത്തിയിട്ടുള്ളത്. അതിന്റെ 40% സംസ്ഥാനങ്ങളാണ് വഹിക്കേണ്ടത്. എം ഉണ്ണികൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ദേശീയപാതയോരത്ത മദ്യശാല നിരോധനത്തിൽ നിന്ന് പഞ്ചായത്തുകളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ സത്യവാങ്മൂലം. ബിയർ, വൈൻ, കള്ള് എന്നിവ ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ വിൽക്കുന്നതിന് അനുമതി നൽകണം. കോടതി വിധി ടൂറിസം മേഖലയെ തകർത്തുവെന്നും വരുമാനത്തിൽ ഇടിവുണ്ടായി എന്നും സർക്കാർ അറിയിച്ചു. ദേശീയ സംസ്ഥാന പാതകളുടെ 500 മീറ്റർ പരിധിയിൽ മദ്യശാലകൾ പാടില്ലെന്ന സുപ്രീം കോടതി വിധിയിൽ
2 പ്രധാന ഇളവുകളാണ് കേരളം ആവശ്യപ്പെടുന്നത്. പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ഹൈവേകളെ നിരോധനത്തിന്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നതാണ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ ആദ്യ ആവശ്യം. സംസ്ഥാനത്തെ പ്രമുഖ ടൂറിസം കേന്ദ്രങ്ങളായ കുമരകം, ചെറായി, ബേക്കൽ, മൂന്നാർ, തേക്കടി, കുമളി എന്നിവയൊക്കെ പഞ്ചായത്തുകളിലാണ്. ടൂറിസം മേഖലയുടെ വികസനത്തിനായി ഇവിടങ്ങളിലെ റോഡുകൾ സംസ്ഥാന ഹൈവേകളായോ ദേശീയപാതകളായോ ഉയർത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളായ നെടുമ്പാശ്ശേരിയും കരിപ്പൂരും പഞ്ചായത്തുകളിലാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. മദ്യശാല നിരോധനം കാരണം ഹോട്ടലുകളിൽ നടക്കുന്ന മീറ്റിംഗുകൾക്കും കോൺഫറൻസുകൾക്കും മദ്യം വിളമ്പാൻ കഴിയാതായി. വിദേശികളുടെ വരവിനെ കൂടി ബാധിച്ചതോടെ ടൂറിസം മേഖലയിൽ വൻ നഷ്ടമാണുണ്ടായത്. മദ്യത്തിന്റെ അളവ് കുറഞ്ഞ ബിയർ, വൈൻ, കള്ള് എന്നിവ ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ വിൽക്കുന്നതിന് അനുമതി നൽകണമെന്നും സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ മദ്യം കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ വീര്യം കുറഞ്ഞ മദ്യത്തിൽ ആകൃഷ്ടരാകില്ലെന്നാണ് സർക്കാരിന്റെ വാദം. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വനാതിർത്തികളിലെ വന്യജീവി ശല്യവും മൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളും പരിശോധിക്കാൻ ദേശീയ തലത്തിൽ വിദഗ്ധ സമിതിക്ക് കേന്ദ്രം രൂപം നൽകി. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. വനാതിർത്തികളിൽ മനുഷ്യരും വന്യജീവികളും തമ്മിൽ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക നയരൂപീകരണത്തിനുള്ള കേന്ദ്ര നീക്കം. കഴിഞ്ഞ 3 വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ 1100 പേരാണ് കൊല്ലപ്പെട്ടത്. കേരളത്തിൽ ആനകളുടെ ആക്രമണത്തിൽ മാത്രം 30-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നതും വാഹനാപകടങ്ങളിലടക്കം മൃഗങ്ങൾ കൊല്ലപ്പെടുന്നതും പരിഗണിച്ച് കേന്ദ്ര വന്യജീവി ബോർഡാണ് വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയത്. മൃഗങ്ങളുടെ ആവാസമേഖല സംരക്ഷിക്കുന്നതിനാകും സമിതിയുടെ ഊന്നൽ. ആനത്താരികളുടെ സംരക്ഷണം, ദേശീയപാതകളിലും റോഡുകളിലും വന്യജീവികൾക്കുണ്ടാകുന്ന വാഹനാപകടം, വൈദ്യുതാഘാതം കാരണം മൃഗങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യം തുടങ്ങിയവയാണ് സമിതിയുടെ പരിഗണനയിലുള്ളത്. വന്യജീവി അഡീഷണൽ ഡയറക്ടർ ജനറൽ, വന്യജീവി ഇൻസ്റ്റിറ്റ്യൂട്ട്, കടുവാ സംരക്ഷണ അതോറിറ്റി പ്രതിനിധികൾ, സംസ്ഥാന പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർമാർ എന്നിവരടങ്ങുന്നതാണ് സമിതി. ദേശീയോദ്യാനങ്ങൾക്കും സങ്കേതങ്ങൾക്കും പുറത്തുള്ള വന്യജീവികളുടെ സംരക്ഷണത്തിനുള്ള നടപടികളും സമിതി പരിശോധിക്കും. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ തടയാൻ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിരവധി പദ്ധതികളും മാർഗരേഖകളും നിലവിലുണ്ടെങ്കിലും അവ ഫലപ്രദമല്ല. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ പരിഗണന നൽകിയുള്ള നയരൂപീകരണം അതുകൊണ്ട് തന്നെ വെല്ലുവിളിയാകും. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിനു പിന്നാലെ പ്രിയങ്ക വാദ്രയുടെ രാഷ്ട്രീയ പ്രവേശനം വീണ്ടും ചർച്ചയാകുന്നു. ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഫുൽപൂരിൽ പ്രിയങ്കയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അലഹബാദ് DCC ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയായതോടെ കേശവ് പ്രസാദ് മൌര്യ രാജിവെച്ച ലോക്സഭാ സീറ്റാണ് ഫൂൽപൂർ. അടുത്ത മാസം 11-നാണ് ഫൂൽപൂരിലും ഗോരഖ്പൂരിലും വോട്ടെടുപ്പ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ AICCയിൽ സജീവമായി തുടരുന്നതിനിടെയാണ് അലഹബാദ് DCC പ്രിയങ്ക വാദ്രയുടെ പേര് നിർദ്ദേശിച്ചത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന പേരാണ് AICCക്ക് നിർദ്ദേശിച്ചതെന്നും പ്രിയങ്ക വാദ്ര സ്ഥാനാർത്ഥിയായെത്തുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കുമെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി ഹബീബ് അഹമ്മദ് അവകാശപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മണ്ഡലമായതുകൊണ്ടുകൂടിയാണ് പ്രിയങ്കയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നിർദ്ദേശിച്ചതെന്നും അലഹബാദ് DCC അറിയിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂവെങ്കിലും DCCയുടെ ശുപാർശയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇനിയും കാര്യമായ ആലോചന തുടങ്ങിയിട്ടില്ല. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിനെ തുടർന്ന് കോൺഗ്രസിന്റെ പ്രചാരണ രംഗത്തുനിന്ന് പോലും പ്രിയങ്ക ഗാന്ധി വിട്ടുനിൽക്കുന്നതാണ് ഇതിനുള്ള കാരണം. TJ ശ്രീലാൽ, ന്യൂസ് 18, ഡൽഹി. കൊച്ചി കപ്പൽശാലയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ പൊട്ടിത്തെറിക്ക് കാരണം അസറ്റിലിൻ വാതക ചോർച്ചയെന്ന് സ്ഥിരീകരണം. ഫോറൻസിക് പരിശോധനയിലാണ് കണ്ടെത്തൽ. അതേസമയം കപ്പൽശാലയിലെ ജീവനക്കാരുടെ മൊഴിയെടുക്കൽ ഇന്നും തുടരും. സാഗർ ഭൂഷൺ കപ്പലിലുണ്ടായ പൊട്ടിത്തെറിയുടെ കാരണം അസറ്റിലിൻ വാതക ചോർച്ചയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഫോറൻസിക് പരിശോധനയിലാണ് കണ്ടെത്തൽ. ദുരന്തത്തിന് കാരണം വാതക ചോർച്ചയാണെന്ന് ഇന്നലെ കണ്ടെത്തിയിരുന്നു. കപ്പലിനകത്തെ ഇരുമ്പ് ഷീറ്റ് മുറിക്കാൻ ഉപയോഗിക്കുന്നത് ഓക്സിജൻ, അസറ്റിലിൻ വാതകങ്ങളാണ്. കപ്പൽശാലയ്ക്കകത്തുള്ള ടാങ്കറുകളിൽ നിന്ന് പൈപ്പ് വഴിയാണ് വാതകം അറ്റകുറ്റപ്പണി നടക്കുന്ന കപ്പലിൽ എത്തിക്കുക. വാതക ചോർച്ചയുണ്ടായത് എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അസറ്റിലിൻ കത്തിയാൽ വിഷവാതകമാകാൻ സാധ്യതയുണ്ട്. അതേസമയം പതിവായി നടത്താറുള്ള ഗ്യാസ് ഫ്രീ പരിശോധനയിൽ വീഴ്ച സംഭവിച്ചതായും സംശയമുണ്ട്. തീപ്പൊള്ളലേറ്റാണോ വിഷവാതകം ശ്വസിച്ചാണോ അപകടമുണ്ടായത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വ്യക്തമാകൂ. കൃത്യമായ സുരക്ഷാ പരിശോധനകൾ കപ്പലിൽ നടന്നില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി.
ആളിയാർ ഡാമിൽ നിന്നും വെള്ളം വിട്ടു നൽകാത്ത തമിഴ്നാടിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കർഷക സമരം. പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ചിറ്റൂരിൽ കർഷക നിരാഹാര സമരം ആരംഭിച്ചത്. അർഹതപ്പെട്ട ജലം നേടിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 5 കർഷകരാണ് 48 മണിക്കൂർ നിരാഹാര സമരം ആരംഭിച്ചത്. ആളിയാറിൽ നിന്നും കരാർ പ്രകാരമുള്ള വെള്ളം വിട്ടു നൽകാത്ത തമിഴ്നാടിന്റെ നിലപാടിനെതിരെയും പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവത്തിൽ പ്രതിഷേധിച്ചുമാണ് സമരം. BJP ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് പ്രയോജനമുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയല്ലേ വേണം. അപ്പോൾ ഇത് കേരളത്തിലെ ഭരണ നേതൃത്വങ്ങളുടെ ഈ നിലപാട് അവസാനിപ്പിച്ചുകൊണ്ട് കർശനമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. കരാർ പ്രകാരം വെള്ളം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 8-നും 13-നും മുഖ്യമന്ത്രി തമിഴ്നാടിന് കത്തയച്ചിരുന്നു. എന്നാൽ മറുപടി പോലും നൽകാൻ തയ്യാറാവാതെ പറമ്പിക്കുളത്ത് നിന്നും തിരുമൂർത്തി ഡാമിലേക്ക് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത് തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ തമിഴ്നാടിനെ സമ്മർദ്ദത്തിലാക്കാൻ കേരളത്തിന്റെ നിയന്ത്രണത്തിലുള്ള ശിരുവാണി ഡാമിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ജലവിതരണം നിർത്തിവെക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പാലക്കാട്. സിസ്റ്റർ അഭയ കേസിൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് CBI. അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നും പ്രോസിക്യൂഷൻ തിരുവനന്തപുരം CBI കോടതിയെ അറിയിച്ചു. സിസ്റ്റർമാരുടെ കോൺവെന്റിന് സമീപം പ്രതികൾ വന്നിരുന്നതായി മൊഴികളുണ്ട്. പ്രതികളുടെ വിടുതൽ ഹർജി കോടതി പരിഗണിക്കവെയാണ് CBI നിലപാട് അറിയിച്ചത്. ഒന്നാം പ്രതി ഫാദർ തോമസ് M. കൊട്ടൂരിന്റെ വിടുതൽ ഹർജിയിൽ വാദം പൂർത്തിയായി. മറ്റുള്ള 2 പ്രതികളുടെ ഹർജികൾ ഈ മാസം 19-നും 24-നും പരിഗണിക്കും. വിദേശ വനിതയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ കത്തോലിക്ക സഭ വൈദികനെ പുറത്താക്കി. പാലാ രൂപതയിലെ സെന്റ് മാത്യൂസ് പള്ളി വികാരി തോമസ് താന്നിക്കലിന് എതിരെയാണ് 42-കാരിയായ ബംഗ്ലാദേശ് യുവതി കോട്ടയം കടുത്തുരുത്തി പോലീസിൽ പരാതി നൽകിയത്. ഒളിവിൽ പോയ വൈദികന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 13 വർഷമായി അപൂർവ രോഗത്തിന്റെ പിടിയിലാണ് മൂവാറ്റുപുഴ സ്വദേശിയായ ഗോഡ്വിൻ മത്തായി. ശരീരത്തിൽ ആസകലം ഉണ്ടാകുന്ന കുമിളകൾ പൊട്ടി വ്രണമായി മാറുന്ന അപൂർവ രോഗത്തിന്റെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഗോഡ്വിൻ. എപ്പിഡെർമലോസിസ് ബുള്ളൂസ എന്ന രോഗമാണ് ഗോഡ്വിന്. ശരീരത്തിലാകെ കുമിളകൾ രൂപപ്പെട്ട് പൊട്ടി വ്രണമായി മാറും. അസഹനീയമായ വേദനയും ചൊറിച്ചിലും അനുഭവപ്പെടും. മരുന്നുകൾ കഴിക്കുമ്പോൾ ചെറിയ ആശ്വാസമുണ്ടാകുമെങ്കിലും മരുന്ന് നിർത്തുമ്പോൾ രോഗം മൂർച്ഛിക്കും. 5ാം ക്ലാസ് വരെയേ പഠിക്കാൻ പോകാൻ സാധിച്ചുള്ളൂ. നിരന്തരം പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളുമായി സ്കൂളിലേക്ക് പോകാൻ ഗോഡ്വിനാകില്ല. അർബുദം ബാധിച്ച് അമ്മ മരിച്ചു. അച്ഛന്റെ ചെറിയ വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത്. പോളം പോലെ ആദ്യം ഉണ്ടായി. ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല. എല്ലായിടത്തും കൊണ്ടേ കാണിച്ചു. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. അപ്പോൾ അവർ വാടകവീട് മാറുന്നതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയി. അവിടെ അവന് ചെറുതായിട്ടൊന്ന് പനി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഹോമിയോയിൽ അപ്പച്ചനും അമ്മയോടെ നമ്മോടെ ഒന്ന് ഡോക്ടറെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോമിയോയിലൊന്ന് കാണിച്ചപ്പോൾ ഡോക്ടറെ കാണിച്ച് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. മൂവാറ്റുപുഴയിലെ താലൂക്ക് ഹോമിയോ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സ. കുട്ടികളുടെ വാർഡിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാറ നന്ദന മാത്യുവിന്റെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകുന്നത്. എപ്പിഡെർമോലൈസിസ് ബുള്ളോസ സിംപ്ലെക്സ് എന്നുള്ളതാണ് കുട്ടിയുടെ രോഗം. ജനിതകമായ തകരാറ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ശരീരത്തിൽ കുമിളകൾ പോലെ രൂപപ്പെടുകയും അത് പൊട്ടിയൊലിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണിത്. ഹോമിയോപ്പതിയിലെ സിംറ്റംസ് അനുസരിച്ചായിട്ടാണ് കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സിംറ്റംസ് നോക്കുമ്പോൾ സിംറ്റമാറ്റിക് ആയിട്ട് കുട്ടി വളരെയധികം ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. വാടക വീട്ടിലാണ് താമസം. വീടിന്റെ വാടകയും ഗോഡ്വിന്റെ ചികിത്സാ ചെലവുമടക്കം ഭാരിച്ച സംഖ്യ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഈ നിർധന കുടുംബം. ന്യൂസ് 18 മൂവാറ്റുപുഴ. ഹംസ എന്ന് പേരുള്ളവരുടെ ആഗോള സംഗമം മലപ്പുറത്ത് ചേരും. പേരിൽ കാര്യമില്ല എന്ന് ആര് പറഞ്ഞാലും ഹംസ എന്ന പേര് വലിയ സംഭവമാണ് എന്ന് തെളിയിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനും ഹംസമാർക്ക് പദ്ധതിയുണ്ട്. മലപ്പുറത്ത് എത്ര ഹംസമാരുണ്ടാകും? പണ്ടാരത്തൊടി ഹംസ, ടി.കെ. ഹംസ, എം. ഹംസ, മത്തി ഹംസ, കെ.ടി. ഹംസ, ചേക്കുപ്പ ഹംസ, കെ.പി. ഹംസ, കൂത്രടൻ ഹംസ. അത് പോരല്ലോ, ദാ ഈ കവിതകൾക്ക്. മുനിസിപ്പാലിൽ തന്നെ നിരവധി ഹംസമാർ കുന്നുമ്മലിലും കോട്ടപ്പടിയിലുമാണവ. ഹംസമാരിൽ ചില പേരുകൾ ചൊല്ലിടാം. ശ്രീ കൂരി ഹംസ പലചരക്ക് വ്യാപാരി,
ചാലിൽ ഹംസ CH പ്രദേശിനുടമയാം. മലപ്പുറത്ത് ഹംസപ്പേരുകാരുടെ സംഗമം നടക്കാൻ പോവുകയാണ്. ചുക്കാൻ പിടിക്കുന്നത് ഈ കവിത ചൊല്ലിയ ലൗലി ഹംസ. എങ്ങനെ ചുരുങ്ങിയ നിലക്ക് 5000 ഹംസമാർ വരുന്നുള്ളൂ ഇത് കേട്ടിട്ട്. അപ്പോൾ അന്നത്തെ 5000 ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഓഡിറ്റോറിയം ഇല്ലേ നമ്മളവിടെ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വലിയ വിഷമത്തിലാണ്, എന്ത് വേണം. അപ്പോൾ പല പ്ലാനും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സംഗതി അറിഞ്ഞ നിരവധി ഹംസമാരാണ് ഇപ്പോൾ സംഗമത്തിന്റെ സംഘാടകരായി തന്നെ എത്തുന്നത്. ഹംസെ ബഡ്കർ കോൻ ഹേ, ഹം സബ് ഹംസ ഹേ. ഹംസനെക്കാട്ടും വലിയ ആൾ. ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഹംസ മുതൽ അടുത്ത മാസം മലപ്പുറത്ത് നടക്കുന്ന സംഗമത്തിന്റെ ഭാഗമാകാനെത്തും. ക്യാമറാമാൻ അഖിലോട്ട് പാർക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, ന്യൂസ് 18 മലപ്പുറം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 17 മുതൽ 19 വരെ കാഞ്ഞങ്ങാട് നടക്കും. മന്ത്രിമാരായ C. രവീന്ദ്രനാഥ്, AK ശശീന്ദ്രൻ എന്നിവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. കോട്ടച്ചേരി NH അൻവർ നഗറിലാണ് പൊതുസമ്മേളനം. പ്രതിനിധി സമ്മേളനം എം രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്യും. O. രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനത്തിൽ 350 പേർ പങ്കെടുക്കും. സമ്മേളന ഒരുക്കങ്ങൾ പൂർത്തിയായതായി COA സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ K. സജീവ് കുമാർ എന്നിവർ അറിയിച്ചു.